എക്സ് ബൈ വൈ ഹോൾ ഘാതം 12 ഇൻറ്റു വൈ ഘാതം 24 ഇൻറ്റു സെറ്റ് ഘാതം 3 ഹോൾ ഘാതം 4. എക്സ് ബൈ വൈ ഹോൾ ഘാതം 12 കൃത്യംഗ നിയമപ്രകാരം ഇപ്പോൾ എ ബൈ ബി ഹോൾ ഘാതം എം, എ ബൈ ബി ഹോൾ ഘാതം എം എന്ന് പറഞ്ഞാൽ കൃത്യംഗ നിയമം എ ഘാതം എം ബൈ ബി ഘാതം എം. ഇതുപോലെ നമുക്ക് എക്സ് ബൈ വൈ ഹോൾ ഘാതം 12 എക്സ് ഘാതം 12 ബൈ വൈ ഘാതം 12 ഇൻറ്റു ഇത് അതുപോലെ ഇടുക വൈ ഘാതം 24 ഇൻറ്റു സെറ്റ് ഘാതം 3 ഹോൾ ഘാതം 4 കൃത്യംഗ നിയമപ്രകാരം എ ഘാതം എം ഹോൾ ഘാതം എൻ. എന്താണ് എ ഘാതം ഈ കൃതികൾ തമ്മിൽ ഗുണിക്കുക എം ഇൻറ്റു എൻ. അതുപോലെ ഇവിടെ എന്താ എഴുതുക എ ഘാതം എം ഇൻറ്റു എൻ, ഇവിടെ സെറ്റ് ഘാതം 3 ഇൻറ്റു 4 12. ഇനി നമുക്കിതിൽ ഒരുപോലെ വരുന്നത് മാത്രം എടുക്കുക, അംശത്തിലും ഛേദത്തിലും ഈ വൈ ആണ് ഒരുപോലെ വരുന്നത്, ബാക്കി എക്സും സെറ്റുമാണ്. അപ്പോൾ നമുക്ക് എക്സ് ഘാതം 12 അതുപോലെ എഴുതി എക്സ് ഘാതം 12 വൈ ഘാതം 24 ബൈ വൈ ഘാതം 12 എ ഘാതം എം ബൈ എ ഘാതം എൻ, എ ഘാതം എം മൈനസ് എൻ, എ ഘാതം എം ബൈ എ ഘാതം എൻ, എ ഘാതം എം മൈനസ് എൻ. അതുപോലെ വൈ ഘാതം 24 ബൈ വൈ ഘാതം 12 വൈ ഘാതം 24 കുറയ്ക്കണം 12, വൈ ഘാതം 24 കുറയ്ക്കണം 12, ഉത്തരം 12 വരും. അപ്പോൾ വൈ ഘാതം 12. ഇനി എന്തുണ്ട്? സെറ്റ് ഘാതം 12 ഉണ്ട്, സെറ്റ് ഘാതം 12. ഇവിടെ ഈ കൃത്യംഗ നിയമം പോലെ ഇത് ബൈ വന്നു, അതുപോലെ ഇൻറ്റു വരുമ്പോൾ എല്ലാത്തിനും കൃതി 12 വരുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെറ്റ്, എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെറ്റ് ഹോൾ ഘാതം എല്ലാത്തിനും 12 ആണ്, ഹോൾ ഘാതം 12 ആണ് ഉത്തരം.